തമിഴ് സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ താരം MK ത്യാഗരാജ ഭാഗവതരുടെ സംഭവ ബഹുലമായ കഥയാണ് സിനിമാ കേരളയിൽ പറയുന്നത്. ഒരു കാലത്ത് സ്വർണപാത്രത്തിൽ സ്വർണക്കരണ്ടി ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ച ത്യാഗരാജ ഭാഗവതർ 58-ാം വയസ്സിൽ മരിക്കുമ്പോൾ ഭിക്ഷക്കാരനായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചു ത്യാഗരാജ ഭാഗവതർ. ത്യാഗരാജ ഭാഗവതരുടെ മുഴുവൻ പേര് മായാവാരം കൃഷ്ണമൂർത്തി ത്യാഗരാജ ഭാഗവതർ, MK ത്യാഗരാജ ഭാഗവതർ. അഭിനേതാവായിരുന്നു അദ്ദേഹം, നിർമ്മാതാവായിരുന്നു അദ്ദേഹം, കർണാടക സംഗീതജ്ഞനുമായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലെ മയിലാടുംതുറയിലാണ് അദ്ദേഹം ജനിച്ചത്. നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടും നാടകത്തിൽ പാടിക്കൊണ്ടും കലാരംഗത്തേക്ക് കടന്നു വന്നു. 1934 പുറത്തിറങ്ങിയ പാവലക്കോടി എന്ന ചിത്രത്തിലൂടെ ത്യാഗരാജ ഭാഗവതർ തമിഴ് സിനിമയിൽ അരങ്ങേറി. പാവലക്കോടി സൂപ്പർ ഹിറ്റായി മാറി. പിന്നീട് ചിന്താമണി, അംബികാപതി, സത്യശീലൻ, തിരുനീലകണ്ഠൻ തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളൊക്കെ തമിഴ് പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. 1944 പുറത്തിറങ്ങിയ ഹരിദാസ് എന്ന ത്യാഗരാജ ഭാഗവതരുടെ ചിത്രം 3 വർഷമാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. തമിഴ് സിനിമയിൽ ഇത് ചരിത്രമായി മാറി. ഈ ചരിത്രം പിന്നീട് ഒരൊറ്റ തമിഴ് സിനിമയും തിരുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയം. പ്രഭു ഖുശ്ബു ടീമിൻ്റെ ചിന്നത്തമ്പി പോലും 250 ദിവസം മാത്രമേ തമിഴ് സിനിമയിൽ പ്രദർശിപ്പിച്ചുള്ളൂ. ഇത് 3 വർഷമാണ് തമിഴ് സിനിമയിൽ ത്യാഗരാജ ഭാഗവതരുടെ ചിത്രം ഹരിദാസ് എന്ന ചിത്രം പ്രദർശിപ്പിച്ചത്. ത്യാഗരാജ ഭാഗവതർ മുൻകോപിയായിരുന്നു. പക്ഷേ അഭിനയിക്കാനും പാടാനും എത്തുമ്പോൾ അദ്ദേഹം സാത്വികനായിരുന്നു. ത്യാഗരാജ ഭാഗവതർ തകരുന്നത് തമിഴ് സിനിമാ പത്രപ്രവർത്തകൻ CN ലക്ഷ്മികാന്തൻ്റെ വധവുമായി ബന്ധപ്പെട്ടാണ്. ത്യാഗരാജ ഭാഗവതരുടെ സമ്പത്തിനെ പറ്റിയും ത്യാഗരാജ ഭാഗവതരുടെ ചില സ്വകാര്യ ജീവിതത്തെ പറ്റിയും വാർത്തകൾ എഴുതിയിരുന്നു CN ലക്ഷ്മികാന്തൻ. CN ലക്ഷ്മികാന്തന് മദ്രാസിൽ വെച്ച് കുത്തേറ്റു. 1944 നവംബർ 7-നാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ ത്യാഗരാജ ഭാഗവതരുടെ ഹരിദാസ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. ഈ കുത്തേറ്റ CN ലക്ഷ്മികാന്തൻ മദ്രാസിലെ ജനറൽ ആശുപത്രിയിൽ കിടന്ന് മരണമടഞ്ഞു. അന്വേഷണം ത്യാഗരാജ ഭാഗവതരിലേക്ക് എത്തി. താൻ നിരപരാധിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ത്യാഗരാജ ഭാഗവതർ ഗുണ്ടകളെ ഉപയോഗിച്ച് പത്രപ്രവർത്തകനെ കുത്തിക്കൊല്ലുകയായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ത്യാഗരാജ ഭാഗവതരെ ശിക്ഷിച്ചു. ശിക്ഷ ഏറ്റുവാങ്ങിയ ത്യാഗരാജ ഭാഗവതർ 3 വർഷം കഠിന തടവ് അനുഭവിച്ചു. പിന്നീട് കേസ് പുനർവിചാരണയ്ക്കായി കൊടുത്തു ത്യാഗരാജ ഭാഗവതർ. 1947 അദ്ദേഹം ജയിൽ മോചിതനായപ്പോൾ തമിഴ് സിനിമ മാറിയിരുന്നു. ത്യാഗരാജ ഭാഗവതരുടെ സ്വത്തുക്കളെല്ലാം ഈ കേസിൽപ്പെട്ട് തകർന്ന് തരിപ്പണമായി. വലിയ വക്കീലന്മാരെ വെച്ചാണ് ത്യാഗരാജ ഭാഗവതർ കേസ് വാദിച്ചത്. കേസിൽപ്പെട്ട് എല്ലാം തകർന്ന ത്യാഗരാജ ഭാഗവതർ സിനിമയിൽ വീണ്ടും ഒരു റീ എൻട്രിക്കായി ശ്രമം നടത്തി. പക്ഷേ ത്യാഗരാജ ഭാഗവതർക്ക് ഒരു റീ എൻട്രി പിന്നീട് തമിഴ് സിനിമയിൽ ഉണ്ടായില്ല. അദ്ദേഹം 2-3 ചിത്രങ്ങൾ നിർമ്മിച്ചു. ആ ചിത്രങ്ങൾ ഭീമമായ കടം വരുത്തി. തൻ്റെ മദ്രാസിലുള്ള മണിമാളികകൾ വിറ്റ് അദ്ദേഹം കടം നികത്തി. അവസാനം മദ്രാസിലെ ക്ഷേത്രനടയിൽ ഭിക്ഷക്കാരനായിരുന്നു ത്യാഗരാജ ഭാഗവതർ. സ്വർണ്ണത്തളികയിലും തളികയിൽ സ്വർണ്ണക്കരണ്ടി കൊണ്ട് ഭക്ഷണം കഴിച്ച ത്യാഗരാജ ഭാഗവതർ അവസാനം ഭിക്ഷാപാത്രവുമായി തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ത്യാഗരാജ ഭാഗവതർ ഒരു ദുരന്തമായി മാറി. പ്രമേഹം കലശലായ അദ്ദേഹം 58-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. ത്യാഗരാജ ഭാഗവതർ അന്തരിച്ച ശേഷം തമിഴ് സിനിമ മാറുന്ന കാഴ്ചയാണ് കണ്ടത്.
MGR എന്ന MG രാമചന്ദ്രൻ തമിഴ് സിനിമ പിടിച്ചടക്കി. ത്യാഗരാജ ഭാഗവതർക്കൊപ്പം അക്കാലത്ത് നിലനിന്ന മറ്റൊരു നടൻ വാൾപ്പയറ്റ് വീരൻ ചിന്നപ്പയായിരുന്നു. ചിന്നപ്പ അകാലത്തിൽ അന്തരിച്ചു. 42-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. MGR പിന്നീട് തമിഴ് സിനിമയിൽ തരംഗമായി മാറി. MGRും ശിവാജി ഗണേശനും ഒക്കെ തമിഴ് സിനിമയിൽ കടന്നു വന്നു. ത്യാഗരാജ ഭാഗവതരെ തമിഴ് സിനിമ മറന്നു. ത്യാഗരാജ ഭാഗവതരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാന്ത, ദുൽഖർ സൽമാൻ അഭിനയിച്ച കാന്ത എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയെങ്കിലും അത് ത്യാഗരാജ ഭാഗവതരുടെ ജീവിതവുമായി നീതി പുലർത്താത്ത ചിത്രമായിരുന്നു. വല്ലാത്തൊരു ദുരന്തമാണ് ഭാഗവതർക്ക് സംഭവിച്ചത്. ലക്ഷ്മികാന്തൻ വധക്കേസിൽ താൻ നിരപരാധിയാണെന്ന് 3 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ത്യാഗരാജ ഭാഗവതർ നിറയുന്ന കണ്ണുകളോടെ പറഞ്ഞു. തന്നെ പോലീസുകാർ കുടുക്കിയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരും ചെവിക്കൊണ്ടില്ല. തമിഴരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ക്രൂരനായ കൊലപാതകിയായിരുന്നു. പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരാൻ സ്വന്തമായി ചിത്രങ്ങൾ നിർമ്മിച്ച ത്യാഗരാജ ഭാഗവതർക്ക് കൈപൊള്ളി. എല്ലാം തകർന്ന ത്യാഗരാജ ഭാഗവതരെ കുടുംബവും ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം യാചകനായി മാറുകയായിരുന്നു.